ലോക കേരള സഭയിൽ ലൈംഗികാതിക്രമ കേസ് പ്രതിയും കുവൈറ്റിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി വ്യവസായി മുസ്തഫ ഹംസ ലൈംഗികാതിക്രമ കേസിലെ പ്രതിയാണ്. 2024 പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇയാൾ പ്രതിയായിട്ടുള്ളത്. ഇയാളുടെ സ്ഥാപനത്തിൽ ജോലിക്ക് നിന്ന യുവതിയാണ് പരാതിക്കാരി. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധമുള്ള, അടുത്ത സൗഹൃദമുള്ള ആളാണ് മുസ്തഫ ഹംസ. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, ഈ പരാതിക്കാരിയുടെ അഭിമുഖം, പരാതിക്കാരിക്ക് പറയാനുള്ളത് നേരത്തെ ജനം TV അത് പ്രേക്ഷകരെ അറിയിച്ചതാണ്. മാത്രമല്ല, ഇത് പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ FIR ഇട്ട കേസാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് മുസ്തഫ ഹംസക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി, അതായത് 164 സ്റ്റേറ്റ്മെൻറ്റ് തിരുവല്ല കോടതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പത്തനംതിട്ട പോലീസ് ഈ പ്രതിയെ പിടിക്കാനോ ചോദ്യം ചെയ്യാനോ നാളിതുവരെയായിട്ടും ഒരു ശ്രമവും നടത്തിയിട്ടില്ല. ഈ മുസ്തഫ ഹംസയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിൽ ലോക കേരള സഭയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പത്തനംതിട്ട പോലീസിന് വേണമെങ്കിൽ ഈ പ്രതിയെ ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നാൽ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഗോകുൽ, എന്താണ് പോലീസ് ഈ നടപടിയെടുക്കാത്തതിനെ കുറിച്ച് പോലീസ് എന്താണ് പറയുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അത് അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഈ കേസ് നിലനിൽക്കുന്നുണ്ട് എന്നും അന്വേഷണം തുടരാണെങ്കിൽ അന്വേഷണ പരിധിയിൽ തന്നെയാണ് കേസ് ഉള്ളത് എന്നുള്ളത് മാത്രമാണ് പത്തനംതിട്ട പോലീസിന്റെ ഭാഗത്തു നിന്ന് മറുപടിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. പക്ഷെ 2 വർഷമായി പരാതി ലഭിച്ചിട്ടും ഇതുവരെയും ഇതിന്റെ തുടർ നടപടികൾ ഒന്നുപോലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പത്തനംതിട്ട പോലീസിന് സാധിച്ചിട്ടില്ല. പ്രത്യേകിച്ച് സർക്കാരുമായിട്ടും അതോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടും ഒക്കെ തന്നെ അടുത്ത ബന്ധമാണെന്ന് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യവസായികളും മുസ്തഫ അത് തന്നെയാണ് ഒരുപക്ഷെ അയാളെ ഈ കേസിൽ നിന്നും രക്ഷപ്പെടുത്തി നിർത്തുന്നത് എന്നുള്ള ആഗ്രഹമാണ് ശക്തമായിട്ട് ഇപ്പോൾ പോലീസിനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ പ്രതി ഇന്നലെ തിരുവനന്തപുരത്ത് ആരംഭിച്ച ഈ ലോക കേരള സഭയുടെ 5ാം പതിപ്പിൽ കുവൈറ്റിന്റെ പ്രതിനിധിയായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ സ്ഥാപനത്തിൽ വെച്ച് 2023 ഒരു യുവതിക്ക് ലൈംഗികപരമായിട്ട് അതിക്രമം നേരിടേണ്ടി വന്നത്. 2023 ഇയാളുടെ സ്ഥാപനത്തിൽ, ഇയാളുടെ വ്യവസായിയാണ്, ഇയാളുടെ സ്ഥാപനത്തിൽ റിസപ്ഷനിസ്റ്റായി കാണാൻ ഈ പരാതിക്കാരിയായിട്ടുള്ള യുവതി എത്തുന്നത്. അവിടെ വെച്ച് ലൈംഗികമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നേരിടുകയും തുടർന്ന് ലൈംഗിക അതിക്രമങ്ങൾ, ഉപദ്രവം അടക്കം ഉണ്ടാവുകയും ചെയ്തു. അതിനുശേഷം ഒരു സ്ഥാപനത്തിൽ നിന്നും ജോലി വേണ്ടെന്ന് വെച്ച സമയം ഈ പരാതിക്കാരിയെ അന്യായമായി തിരിച്ചുകൊണ്ടുവരികയും കറങ്ങിയും വയ്ക്കുകയും ഭീഷണിപ്പെടുത്തുകയും അടക്കം ചെയ്തിരിക്കും എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 2024 പത്തനംതിട്ട പോലീസ് കേസുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം ഇതുവരെയും ഒരു ചെറുവരെ പോലും അനക്കാൻ അല്ലെങ്കിൽ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഗൂഗിൾ, പത്തനംതിട്ട പോലീസിനോട് പറയുക എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിലേക്ക് വരാൻ. ഈ പ്രതി, അവരന്വേഷിക്കുന്ന പ്രതി ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ലോക കേരള സഭയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ സമീപകാലത്ത് കുവൈറ്റ് സന്ദർശിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ സഞ്ചരിച്ച വ്യക്തിയാണ് ഈ മുസ്തഫ ഹംസ. അദ്ദേഹം അവിടെ ഒരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്. ആ ഹോസ്പിറ്റലിൽ റിക്രൂട്ട് ചെയ്യുന്ന നഴ്സുമാരെ ദുരുപയോഗം ചെയ്യുന്നു എന്ന പരാതിയും ഉയർന്നിരുന്നു. ആ ഒരു പരാതിയാണ് ഇപ്പോൾ ആ പരാതി, അതായത് അവിടെ പരാതി കൊടുത്തിരുന്നു, കുവൈറ്റിൽ പരാതി കൊടുത്തിരുന്നു, പത്തനംതിട്ടയിലും പരാതി കൊടുത്തിരുന്നു. പത്തനംതിട്ടയിൽ കൊടുത്ത പരാതിയിലാണ് 3 വർഷം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും പത്തനംതിട്ട പോലീസ് സ്വീകരിക്കാത്തത്. ലോക കേരള സഭയിൽ ലൈംഗിക അതിക്രമ കേസ് പ്രതിയും കുവൈറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി വ്യവസായി മുസ്തഫ ഹംസ ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയാണ്. 2024 പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇയാൾ പ്രതിയായിട്ടുള്ളത്. ഇയാളുടെ സ്ഥാപനത്തിൽ ജോലിക്ക് വന്ന യുവതിയാണ് പരാതിക്കാരി. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അടുത്ത ബന്ധമുള്ള, അടുത്ത സൗഹൃദമുള്ള ആളാണ് മുസ്തഫ ഹംസ. അതുകൊണ്ട് തന്നെ കേരള പോലീസ് ഈ കേസിൽ നടപടി സ്വീകരിക്കുന്നില്ല. പത്തനംതിട്ടയിൽ നിന്ന് ഗോകുൽ രമേശാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.